എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് 1 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ പാവാടയും ബ്ലൗസുമാണ് തയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്യാം. ലൈനിങ്ങിൽ ആദ്യം ഇത് കട്ട് ചെയ്യാം. ലൈനിങ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ അതിലേക്ക് ഹുക്കിനുള്ള പട്ടി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിനൊപ്പം വയ്ക്കുക. ഇതുപോലെ ഒന്ന് ഒപ്പാക്കി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം 11 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കുക. നെക്ക് വിഡ്ത്ത് നമ്മൾ 1.25 കൊടുക്കുന്നത്. അടിച്ച് വരുമ്പോൾ അത് 4 ഇഞ്ച് വീതി കിട്ടും. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ചതുരക്കഴുത്താണ് കൊടുക്കുന്നത്. ഷോൾഡർ വന്നിട്ട് 8 ഇഞ്ചാണ് ഷോൾഡർ ആകെ വരുന്നത്. 8 ഇഞ്ചേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോളും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 4.5 ഇഞ്ച് വരും. 1 ഇഞ്ച് ലൂസിന് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. അതിനുശേഷം ഇത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതിൽ നമ്മൾ ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല, ചെറിയ കുട്ടിയായതുകൊണ്ട്. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് നെക്ക് വന്നിട്ട് 2 ഇഞ്ചാണ്. ഇത് റൗണ്ടാണ് കൊടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി ബാക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ചതുരക്കഴുത്താണ്. ഇവിടെ നമ്മൾ പാവാടേൻ്റെ ആ ഗോൾഡൻ കളറ് വയ്ക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. ഇതിൻ്റെ സ്ലീവ് ചെറിയ സ്ലീവ് വയ്ക്കുന്നുണ്ട്, പഫാണ്. അത് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിന്ന് മെയിൻ ക്ലോത്ത് നിന്ന് ഇതിനൊപ്പം വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളിവിടെ കൈ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല, ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട്. ഇനി ഇതിന്ന് നമുക്ക് ചെറിയ 2 പഫ് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. ഇതിൽ തുണിയുള്ളത് 1/2 മീറ്ററാണ്. അത് പറയാൻ വിട്ടുപോയി. ലൈനിങ്ങും മെയിൻ ക്ലോത്തും 1/2 മീറ്ററാണുള്ളത്. അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. കയ്യിറക്കം നമുക്കിതിലുള്ളത് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു 3.5 ഇഞ്ച് ഇറക്കം കിട്ടും. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ആം ഹോൾ വേണ്ടത് 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യുക. കാരണം നമുക്കിവിടെ പ്ലീറ്റിൽ നിന്ന് 1 ഇഞ്ച് കിട്ടും. അപ്പോൾ 4.5 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അതേപോലെ 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 4.5. അപ്പോൾ ഇവിടെ 3.5 വെച്ചാൽ മതി.
ഇതിൽ വന്നിട്ട് 1.25 മീറ്ററാണ് പാവാടയ്ക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ബോർഡർ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ബ്ലൗസിലേക്ക് എടുക്കുകയാണ്. ഇത് നമ്മൾ നെക്ക് തയ്ക്കാനും സ്ലീവിലേക്കും എടുക്കുക. പാവാടയ്ക്ക് ഇതിൻ്റെ അരവണ്ണം 18 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു അരഞ്ച് കൂട്ടിയിട്ട് 19 ഇഞ്ച് വയ്ക്കാം. അതുപോലെ ഇറക്കം 15.5 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൽ വെച്ചാൽ മതി. നമ്മളൊരു 1.5 ഇഞ്ചിൽ ബാൻഡ് കൊടുക്കും. ഇതാകെ 14 ഇഞ്ചിൽ കട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചിൽ ബാൻഡ് കൊടുക്കുമ്പോൾ കറക്റ്റ് 15.5 ഇഞ്ച് ഇറക്കം കിട്ടും. ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ 19 ഇഞ്ച് ആണ് അരവണ്ണം വരുന്നത്. അപ്പോൾ നമുക്ക് ഞെറി നല്ല വേണമെങ്കിൽ ഒരു 3 ഇരട്ടി വേണം. അപ്പോൾ ഏകദേശം ഒരു 60 ഇഞ്ച് വേണം. ഇതിലിപ്പോൾ 50 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഞെറി കുറവായതുകൊണ്ട് നമുക്ക് ഇതിന്ന് തന്നെ ലൈനിങ് കൊടുക്കാം. ഇതേപോലെ ഒരു അരഞ്ച് കുറച്ച് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇതുവരേക്കും പ്ലീറ്റുകൾ ഇടുക. അതുപോലെ ഇവിടെ നിന്ന് ഇതുവരേക്കും ഇതേപോലെ ചെറിയ പ്ലേറ്റുകൾ ഇടുക. ഒരു 1/4 ഇഞ്ച് വീതി മതി. ഇനി ഇതിലും അതേപോലെ പ്ലേറ്റ് ഇട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവിലും പ്ലേറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ മൗത്തിൽ ഈ ഗോൾഡൻ ബോർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ കസവ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം ഇതിനിങ്ങനെ മേലെ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഇനി ഈ വൈറ്റുകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഗോൾഡൻ എടുത്താൽ മതി. ഈ അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇതാകെ ഒരു 2.25 ഇഞ്ച് വീതി വരുന്നുണ്ട്. ഇനി ഇതിനൊപ്പം വെച്ച് മടക്കാം. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഒരു തയ്യലിടുക. ഈ സ്ലീവ് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് തയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ ഈ ബ്ലൗസിൻ്റെ നല്ല വശം ലൈനിങ്ങിനോട് പോയിൻ്റ് വീതിയിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബോർഡർ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇത് ഈ വൈറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വീതി കൊടുക്കുക. ഇതിലും 2.25 ഇഞ്ച് വീതിയാണുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിവശത്തുനിന്ന് ഇവിടെ നിന്ന് തയ്ക്കുക. ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ എഡ്ജിലെത്തുമ്പോൾ ഇതിങ്ങനെ തന്നെ ഇതിങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇതേപോലെ ഇവിടെ നിന്ന് അടിവശത്ത് നിന്ന് അടിക്കുക. ഇവിടെ എത്തുമ്പോൾ ഈ കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ ഇവിടെയും മടക്കി കൊടുക്കുക. ഈ കോർണറിൽ കറക്റ്റായിട്ട് ഇത് മടക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ മടക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ ഈ കോർണറിലും എന്നിട്ട് ഇത് തിരിച്ച് മടക്കുക.
അതിനുശേഷം ഇതുപോലെ തിരിച്ച് മടക്കുക. ഈ അടിച്ചു കൂടെ ഒരു തൈലിടുക. ഇതേപോലെ കഴുത്ത് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് പട്ടി കൂടെ അടിക്കാം. ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിന് മേലെ ഒരു തൈലിട്ടാൽ മതി. ഇവിടെ 1/4 ഇഞ്ച് വീതിയിൽ ഒരു തൈലും കൂടി ഇടുക. ഇതേപോലെ അയ്യ വയ്ക്കാനുള്ള പട്ടിയാണ്. ഇതിൽ ലൈനിങ്ങിൽ ലേശം കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഒരുപാട് കട്ടി കൂടും. ഇങ്ങനെ ഇതിലേക്ക് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക, എന്നിട്ട് അടിച്ചെടുക്കുക. അതെങ്ങനെയാണ് വരിക. ഇനി ഇതിൻ്റെ കഴുത്ത് ഇവിടെ ഫിനിഷ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ നിന്ന് 2 ക്രോസ് പീസ് എടുത്താൽ മതി. അതേപോലെ ഒരു 1.5 ഇഞ്ച് വീതി എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചെടുക്കുക 1/4 ഇഞ്ചിൽ. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുക. ഇതിങ്ങനെ വെച്ചിട്ട് ഈ നെക്ക് പീസ് ഇതിങ്ങനെ വെച്ചിട്ട് ചേർത്ത് അടിക്കുക. അപ്പോൾ ഇത് ചേർത്ത് അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബാക്ക് നെക്ക് അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതൊന്ന് വെച്ച് നോക്കാം. ഇതൊരൽപ്പം ഇവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഒരൽപ്പം കുറവ് വരുന്നുണ്ട്. ഇത് നമ്മൾ സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സ്ലീവ് റൗണ്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ തയ്യത്തുമ്പിട്ടിരിക്കുന്ന 1.5 ഇഞ്ചാണ്. ഇപ്പോൾ ഷേപ്പിൻ്റെ ഇവിടെ 1.5 ഇഞ്ച് തന്നെ കൊടുക്കുക. ഇവിടെ ബോട്ടത്തേക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ലൂസ് ഇവിടെ കൂടുതൽ കിട്ടും. അതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ട് അടിക്കാം. ബോട്ടം നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് അടിക്കുക. ഇനി ഇതിലേക്കുള്ള പാവാട കൂടെ അടിക്കാം.